ഹലോ ഗൈസ്, ഞാൻ എം സി. എന്നെ അറിയാമോ? സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ബിൽഡ് ചെയ്ത് മോശമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ. ബുള്ളറ്റ് പോയതാ മീൻ മോശമില്ല. ഒരു വിധം നമുക്ക് കാണാൻ കൊള്ളാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കോബിൾ സ്റ്റോൺ ഫാം. ആണെങ്കിൽ എക്സ് പി ഫാം ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് എന്തായാലും എക്സ്പീഡ് ആവശ്യമുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ഈ വേണ്ടി ചത്തി എൻ്റെ എക്സ്പീഡ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ആർമറിൽ ഈ എച്ചൈമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീഡ് ആവശ്യം വരും. സോ എക്സ് പി ഫാം ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബേസിൽ തന്നെയാണ്. സോ ഇവിടുന്ന് ഇത്തിരി മണ്ടക്കോട്ട് ബ്ലോക്ക് ഇട്ട് പോയി ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കാം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് നോക്കാൻ ഇത്ര ലാഭമുണ്ട്. നമ്മുടെ ഫാം ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ ആ ബിൽഡ് ചെയ്ത സമയത്ത് ഇവിടെ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, എന്തായാലും ആവട്ടെ. സോ ഇപ്പം ഞാൻ എന്തായാലും ഇതിൽ നിന്നൊരു ഒരു സ്റ്റാക്ക് അതിനടുത്ത് ഒരു സ്റ്റാക്ക് അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ബക്കറ്റ് ഉണ്ടാക്കണം. അലാവെ ഒന്ന് അതിൻ്റെ അകത്ത് വെക്കാൻ. അങ്ങനെ 10 വാട്ടർ ബക്കറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 10 നോക്കട്ടെ അതിൻ്റെ അകത്ത്. അത് കാണില്ല. കാണും. സോ 1 2 3 4 5. അയ്യോ, 3 വെക്കാനുള്ള സ്ഥലമേ ഉള്ളല്ലോ എൻ്റെ അകത്ത്. എന്തൊക്കെ ചെയ്യാം. അയ്യോ 3 അവിടെ ഇരിക്കുന്ന 2 കൊള്ളൂല. അപ്പം അങ്ങനെ ഈ ചെസ്റ്റ് നിറയാറായിട്ടുണ്ട് ലാവ ബക്കറ്റ് കൊണ്ട്. ഇതിൽ 4 ചെസ്റ്റ് ഫുൾ ലാവയായിരിക്കും. സോ കോബിൾ സ്റ്റോൺ ഫാം നമുക്ക് ഇത്തിരി ഇങ്ങോട്ട് ക്ലീനപ്പ് ചെയ്ത് ഇവിടെ ആയിട്ടുണ്ടാക്കാം. എക്സ് പി ഫാം നമുക്ക് ഇവിടെ ആയിട്ടുണ്ടാക്കാം. സോ ബേസിന് പണി അവിടെ അല്ല നടക്കുന്നത്. ബേസിന് പണി എന്തായാലും അവിടെ ആയിരിക്കും നടക്കുന്നത്. അപ്പം കുഴപ്പമില്ല, എല്ലാം ആയിക്കോളും. അപ്പം ഇന്ന് പറ്റുന്നത്ര നമുക്ക് ചെയ്ത് തീർക്കാം. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റോൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടത് ബ്ലോക്സ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റോൺ തന്നെ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്റ്റോൺ ഫാം ഉണ്ടാക്കുന്ന വേറൊരു കാര്യം കൂടെ. എൻ്റെ ഇത് സ്റ്റോൺ വെച്ച് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. എക്സ് ഫാം ഉണ്ടാക്കാം. അത് നാളത്തോടെ ചെയ്യാം. ഒരു സ്റ്റോൺ ഫാം ആവശ്യമാണ്. നമുക്കാണെങ്കിലേ നമ്മുടെ ഈ പിക്കാസി സ്കിൽ ടച്ച് ഇട്ടിട്ട് മൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോൺ വില്ലേജിൽ വിൽക്കാൻ കഴിയും. സോ അതിനും കൂടെയാണ്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് സ്റ്റോൺ സ്മെൽറ്റ് ചെയ്ത് സ്മൂത്ത് സ്റ്റോൺ അങ്ങനെ കൊണ്ടാക്കണമെങ്കിൽ അതും ചെയ്യാം. 1 2 3 4 ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തികയാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഫസ്റ്റ് നമ്മുടെ ഇൻവെൻട്രി ക്ലീൻ ആകാം. സോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയുക. ഇത്രയും ക്ലീൻ ആകുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കുക ഫസ്റ്റ് നമുക്ക് വേണ്ടത് വാട്ടർ വേണം, ലാവ വേണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പോയി വാട്ടർ എടുക്കാം. സോ നമുക്ക് വേണ്ടത് ഇൻഫിനിറ്റിക് വാട്ടറാണ്. ഫസ്റ്റ് ഒരു ഇൻഫിനിറ്റിക് വാട്ടർ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 2 പ്രാവശ്യം ഇവിടുന്ന് വെള്ളം എടുത്ത് അവിടെ കൊണ്ടുപോയിക്കണം. അവിടെ തൊട്ടടുത്ത് വെള്ളം വല്ലതും ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇല്ല. തൽക്കാലം ഞാൻ ഇവിടെ ഷുഗർ ഫാം നട്ടായിരുന്നു ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ സക്സസ്ഫുള്ളായി. ഇതിൻ്റെ ഒരു ഫാം കൂടെ നമുക്ക് ഉണ്ടാക്കണം. അതിനെതിരെ നെതറൊക്കെ നമ്മൾ ഉണ്ടാക്കി അത് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അടിക്കുക. സോ അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആൻഡ് ഹൈപ്പും കൂടെ ചെയ്യുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ട. ഹൈപ്പ് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ ഇത്തിരി കൂടെ ആൾക്കാർക്ക് കിട്ടും. വാട്ടർ ഒഴിക്കാം. ഈ നമുക്ക് വേണം ഒരെണ്ണം കൂടെ. അപ്പോൾ അതും എടുത്തിട്ട് വരാം. ഓക്കെ, ഇൻഫിനിറ്റി വാട്ടർ അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റോൺ ഫാമിന് വേണ്ടി ഇത്തിരി അങ്ങോട്ട് ക്ലീനപ്പ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോൺ ഫാം ബിൽഡ് ചെയ്യാം. സോ ലാവ ഫാമിൻ്റെ ഫാമിൻ്റെ ഇടക്ക് ഈ ഒരു സ്ഥലത്ത് ഫസ്റ്റ് തന്നെ നമുക്കിവിടുന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് പൊട്ടിച്ച് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നേരത്തെ പണിയിലോട്ട് കിടക്കാം കേസ്, വെറുതെ മാറ്റി വെക്കണ്ട. ബിൽഡിനനുസരിച്ച് ഡേറ്റ് ബ്ലോക്ക് പൊട്ടിക്കണേ. കണക്കുള്ള ശരിയാണെങ്കിൽ 2 ഇവിടെ വേണം. അപ്പം 2 പിന്നെ 2000 years later. ഞാൻ ബെഡ് എടുത്തില്ലല്ലോ. ഇനി ബേസിലോട്ട് ഓടിക്കോ.
ബ്ലഡും എടുത്തില്ല. ഈ രാത്രി എങ്ങനെയാ കൂടി ടോർച്ച് ഉണ്ടോ? ആ ഉണ്ട്. സോ ഇവൻ പോഷെയ്താനെ ഓറ ഓറ ഡ്രീമിൻ്റെ പേടിച്ചു കൊടുത്താളാ. അല്ല പിന്നെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് പിക്കാസ് എടുത്തിട്ട് ഒന്ന് 2 3 4 5 6 6 മതി. ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. 6 ധാരാളം. ഇനി എഫിഷ്യൻസി 4 ഇട്ടാൽ എന്തിട്ടാലും 6. പിന്നെ ആ സമയത്ത് എക്സ്പാൻഡ് ചെയ്യാം. ഇതന്നെ ഓവറാ. ഇനി 1 2 3 4 5 6 മൈ കാർഡ് വേണം. സോ ഓൾറെഡി 3 ഉണ്ട്. ഒരെണ്ണം കൂടെ കൂട്ടിയേക്കാം. നമ്മുടെ ഇതിലുള്ള എല്ലാം തികയ്ക്കണം. ഇനി 1 2 3 4 5 6 7 മൈ കാർഡ് വേണം. 7 മൈ കാർഡൊക്കെ നമുക്ക് സിമ്പിളല്ലേ. ഇവിടെ വരണം. ഇതോടെ ഒരു സ്റ്റാക്കായ ഈ ഒരു സ്റ്റാക്ക് എടുക്കണം. എന്നിട്ട് നേരെ ഓടി വരണം. ഇത് ലാസ്റ്റത്തെ കഴിഞ്ഞു. ഓക്കെ. അയ്യോ മൈകാളുണ്ടാക്കി. ബട്ട് റെയിൽ വേണ്ട. ഞാൻ റെയിൽ എടുത്തില്ല. പണി പാളിയല്ലോ. ഞാൻ ആ റെയിൽ എടുത്ത് റെയിൽ വെക്കണം ഇതിനകത്തല്ലേ. റെയിൽ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്റ്റോൺ എടുക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ രീതി സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ 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 ആ റെയില് ഇങ്ങനെ വെച്ചാൽ മതി. സോ മൈൻ കാർട്ട് എടുക്കുക. ഇവിടെ വെക്കുക. ഇവിടെ വെക്കുക. ഇവിടെ വെക്കുക. ട്രാപ്പ് ഡോർ വെക്കാൻ മറന്നു. ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് വരാം. കാര്യങ്ങളൊക്കെ ട്രാപ്പ് ഡോർ യൂസാണ്. അയ്യോ ഇതിങ്ങനെ ഇല്ലല്ലോ. ഞാൻ ചെയ്യാൻ മാത്രം എന്താ ഇങ്ങനെ. ഇങ്ങനെ തന്നെ. വേറെ മൈൻ കാർഡ് ലാസ്റ്റ് മൈൻ കാർഡ് ആയി. ഇനി ഞാൻ ഈ സ്റ്റോൺ എടുത്ത് പൊട്ടിച്ചളയുക. പൊട്ടിക്കണം. ഞാൻ മറന്നുപോയി ഈ കാര്യം. ഞാൻ വിചാരിച്ച് താഴെ ഇതില്ലേ ഈ ട്രൈ ഇത് പൊട്ടിക്കണം. ഓക്കെ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യണം. ഇനി ഒരു പിസ്റ്റൺ ഉണ്ടാക്കണം. പിസ്റ്റൺ ഇതിൻ്റെ അകത്തല്ലേ? ഇല്ല ഇതിലാ ഈ മിക്കവാറും പിസ്റ്റൺ. റെഡ് സ്റ്റോണിനകത്തല്ലേ പിസ്റ്റൺ? ഇതിനകത്ത് പിസ്റ്റൺ ഇല്ലല്ലോടാ. എന്തോ റെസിപ്പിയും കൂടെ എനിക്ക് അലോക കാണുന്നുണ്ട്. ഷീൽഡല്ല ഇതിൻ്റെ അകത്ത് കാണും പിസ്റ്റൺ. സൂക്ഷിച്ച് നോക്കിയാൽ കിട്ടും. സാധാ പിസ്റ്റൺ ഇല്ല. നമുക്ക് റെഡ് സ്റ്റോൺ വേണം പിസ്റ്റന്. റെഡ് സ്റ്റോൺ വേണം. എൻ്റെ കയ്യിലാണ് റെഡ് സ്റ്റോൺ ഇല്ല. അയ്യോ അപ്പം ഞാൻ ഇതെങ്ങനെ ഇത് ചെയ്യും? റെഡ് സ്റ്റോൺ ഇല്ലല്ലോ. റെഡ് സ്റ്റോണും ഇല്ല. എൻ്റെ കയ്യിൽ റെഡ് സ്റ്റോൺ ഇല്ല. നമുക്ക് പിസ്റ്റൺ ഉണ്ടാക്കാൻ പറ്റൂല. സോ മൈൻ വേണം. എനിക്കൊരു കേവ് അറിയാം. അവിടെ പോയി ഒന്ന് റെഡ് സ്റ്റോൺ നോക്കിയിട്ട് വരാം. ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യം റെഡ് സ്റ്റോൺ കിട്ടാൻ സാധ്യതയുണ്ട്.
എനിക്ക് ഡയമണ്ട് ആർമറുള്ളതുകൊണ്ട് പേടിയൊന്നുമില്ല. സോ അവിടെ പോയി ഒരു റെഡ് സ്റ്റോൺ ഒപ്പിച്ചിട്ട് വരാം. ഞാൻ ഇപ്പോഴേ ഓർമ്മ വന്ന റെഡ് സ്റ്റോൺ ഒപ്പിക്കണം. ഇവിടെ ഒരു കേവ് ഉണ്ട്, ഈ കേവി ഉറപ്പായി റെഡ് സ്റ്റോൺ കിട്ടും. സോ ജമ്പ്. ഞാൻ എൻ്റെ നൈറ്റ് വിഷൻ മോഡ് ഓണാക്കുന്നു. സ്കാനിങ്. എനിക്കറിയാം ഇങ്ങനെ നൈറ്റ് വിഷൻ ചെയ്യുന്നത് ചീറ്റിംഗ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സോ എൻ്റെ ലെസ്പ്ലേക്ക് ഞാൻ ഇത് പോയി ആരെല്ലാം അടുത്തോട്ട് വരുന്നതിന് മുമ്പ് ദൂരത്തുനിന്ന് ഷോട്ട് ചെയ്തിടാൻ പോകും. വരുന്നു കളയി മാറ് കൊടുക്കടാ റെഡി നെഞ്ചത്തിട്ട് പോടാ പോടാ. സ്പൈഡർ അത് കൊണ്ടില്ല, അതിന് മാറി പോടാ. ഓക്കെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഡ്രീമായി ഓക്കെ. ചലന്തി മോനെ എനിക്ക് ഒരു റെഡ് സ്റ്റോൺ തന്നാൽ മതി. ഞാൻ ഇവിടുന്ന് പൊക്കാളാ ചലന്തിയുടെ മോനെ. ചലന്തിയുടെ മോനെ ആഴത്ത് വരില്ല കള്ളപ്പാട്ടി ചലന്തി. അങ്ങനത്ത് ക്രീപ്പർ കൂട്ടി തെറിച്ച്. ഓ ക്രീപ്പർ കൂട്ടി തെറിച്ച്. എനിക്ക് നല്ലത് എൻ്റെ ഫോണിനും എനിക്കും നല്ലതാണ്. സോ കുറച്ച് നേരത്തേക്ക് ആ 2 ഡിഷസ് ഒന്ന് എട്ടിയിടുക. 5 ഇടുമ്പോൾ ലാഗ് നല്ല ഈക്ക് കുറയും. ലാഗ് വ്യത്യാസം വല്ലതും ഉണ്ടോ? ആ കൂടെ ഉള്ള ഡ്രസ്റ്റോ വല്ലതും ഉണ്ടാകുന്ന നോക്കണം. കിട്ടി. പിശാനൊക്കെ ഞാൻ പറഞ്ഞില്ല ഡ്രസ്റ്റോ വേണം. ഓടിക്കോ. നാട് വിട്ടോ. നമ്മളിവിടെ കേവി വന്നിട്ടില്ലല്ലേ ഗൈസ്? കേവി ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ഞാനിവിടെ എങ്ങനെ എത്തി? വേറെ ഗോക്കോലെ ടെലിപ്പോർട്ട് അടിച്ച് ചെയ്യും. ഇനി ഉണ്ടാക്കാം. ഇനി വേറെ എന്തെങ്കിലും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സൂസൈഡ് ചെയ്യും. അല്ല പിന്നെ മനുഷ്യയൊക്കെ പുറത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് അവസാനം വേറെയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റോൺ ഐറ്റംസിനകത്ത് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ബട്ടനും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഒരു ബട്ടന് റെഡി. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ വെറുതെ ആയി, എല്ലാം വെറുതെ ആയി. സോ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റോൺ വെക്കണം. ഇതെന്തിനാന്നല്ലേ ഈ പിസ്റ്റൻ ഒന്ന് സെറ്റാവാൻ വേണ്ടി. പിസ്റ്റൻ ഇങ്ങോട്ട് നോക്കി. അയ്യോ മൈ ഗോഡ്. ഇവിടെ ഇങ്ങനെ വെച്ച് ബട്ടൺ ഇവിടെയും വെച്ച് വർക്കാവടെ. വർക്കായി. ഇതിങ്ങനെ തന്നെ. മൈൻകാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി പോകുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഇവിടെ ബ്ലോക്ക് വെച്ച് ഹൈഡ് ചെയ്യണം. ഇപ്പോൾ കുഴപ്പമില്ല. സോ ഞാൻ ഇവിടെ അറിയുന്ന ബ്ലോക്ക് അത് കറുത്ത ചെസ്റ്റ്. സമാധാനമായി. അയ്യോ അങ്ങനെ തന്നെ ഇത് ഓരോന്നോരോന്നായി ഫുൾ ചെയ്യണം. ബട്ടൺ എടുക്കണം. ഇവിടെ വെക്കണം. അങ്ങനെ 2 6. ഓക്കെ അങ്ങനെ ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാനിവിടെ എന്തായാലും ബ്ലോക്ക് ഒഴിയുമ്പോൾ അതോടെ ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. നമുക്ക് കുറച്ച് സ്റ്റെയർ ഉണ്ടാക്കണം. 2 3 4 5 6. 2000 years later. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പുറത്ത് പോയിരിക്കേണ്ടതാണ്. പുറത്ത് പോകുന്നുണ്ട്. അത് എനിക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവൂലേ? ഇവിടെ വെള്ളം പോയിരിക്കാൻ 8 സ്റ്റെയർ 8 തികഞ്ഞ കറുത്ത 8. അയ്യോ കറുത്ത 8 തികഞ്ഞല്ലോ. പോത്തില്ല അയക്കാം, പൂവായിക്കാം. ഇനി എനിക്ക് ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റത്തെ അതായത് ഈ ലാസ്റ്റ് ബ്ലോക്ക് നമുക്ക് ഇത് വെക്കാം.
ഇവിടെ സൈൻ ബോർഡ് വെക്കാം, അപ്പോൾ ഒന്നും പോവില്ല. സൈൻ ബോർഡ്, ഞാൻ പോയി സൈൻ ബോർഡ് എടുത്തിട്ട് വരാം. ഇത്രയുള്ളൂ. എന്നിട്ട് ഈ മണ്ട ഇങ്ങനെ അടക്കണം, പിന്നെ ഇങ്ങനെ ചെയ്യണം. അത് പൊട്ടിക്കുക, അത് വെക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ മുഴുവനും വെക്കണം. അതും ഓക്കെ ആയി. ഇനി ഇവിടെ ലാവ് ഒഴിക്കണം. സോ സ്റ്റോൺ അല്ലല്ലോ, ഇതല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ, ഇതൊരു പ്രശ്നമുണ്ടല്ലോ ഇവിടെ. ഇത് തന്നെ സൈൻ ബോർഡ് വെക്കേണ്ടി വരുക. ഓക്കെ. സോ ലാവ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. ഞാൻ ഇവിടെ ലാവ വെച്ച് കഴിഞ്ഞാൽ ആ ഫെൻസ് കത്തില്ലല്ലേ, ഇങ്ങനെ എത്തുമെന്നൊരു ഡൗട്ടുണ്ട്. ലാവ സാധാ സ്റ്റോണായിട്ട് ഇടുന്നുണ്ടോ? അത് ഇടുന്നുണ്ട്. അപ്പോൾ സ്കിൽ ടച്ചിട്ട് അത് വാങ്ങിക്കുക. ഇവിടം വരെ എത്തുമോ? ലാവ എത്ര പോത്തോളാടാ, ബാക്കി പൊട്ടിച്ചു കളയണം. എനിക്കറിയില്ല ഇങ്ങനത്തെ ഫങ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ സോ ഇത്ര ലാവ് വരുത്തോളൂ. അല്ലടാ, ഇത് ഞാൻ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ലാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകൂല. ആയിട്ടുണ്ട്. ഇത് കത്തുന്നുണ്ടാകുന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, നീ ഇവിടെയും സബാഷ്. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഈ ഫാം കംപ്ലീറ്റ് ചെയ്ത് കുറേ സമയം എടുത്ത് എനിക്കറിയാം, എന്നാലും നമ്മൾ ഫാം കംപ്ലീറ്റ് ചെയ്ത്. എനിക്ക് ഈ സ്റ്റോണായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് ഈ താഴെ പോകുന്നുണ്ട്. ഈ സ്കിൽ ടച്ചിട്ട് മൈൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സ്റ്റോൺ തന്നെ ഇട്ട് വില്ലേജറായിട്ട് വിൽക്കാനും കഴിയും. ഓക്കെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫാം കൊള്ളാമെന്ന് വർക്കിംഗ് ആണ്. നമുക്കിത് അടുത്ത എപ്പിസോഡിൽ ബിൽഡെല്ലാം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആലോചന. ഇത് പൊട്ടിച്ച് കളയാം, എന്നിട്ടൊരു നല്ല ബിൽഡ് ആലോചിച്ച് നമുക്കൊരു കളർഫുൾ ബിൽഡ് തന്നെ ചെയ്യാം. അല്ല, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഇല്ലല്ലോ അല്ലേ? ഇല്ലില്ല, എന്നാലും ഇരിക്കട്ടെ. നമുക്ക് നാളെ ആലോചിക്കും ഇതേലും ഇതിനെ പറ്റിയ ബിൽഡ് വല്ലതും ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് ആ ബിൽഡ് ചെയ്യുകയും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയോട്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.